ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ ധ്യാനിച്ചു വന്നത് അനുതാപ സങ്കീർത്തനങ്ങളാണ്. അനുതാപ സങ്കീർത്തനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് 51 സങ്കീർത്തനം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളിലും ചൊല്ലുന്ന സങ്കീർത്തനമാണ് 51 മസ്മൂറ്. ദാവീദിൻ്റെ ജീവിതത്തിൽ തിരുത്താൻ വയ്യാത്ത ഗുരുതരമായ പാപങ്ങൾ വന്നു. ദാവീദിനെ ദൈവം മറന്നില്ല. നാഥാൻ പ്രവാചകനെ അയച്ചു. ഞാൻ ആവർത്തിച്ച് പറയുകയാണ്, നാഥാൻ പ്രവാചകൻ ചെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ കുറ്റബോധം കൺമുമ്പിൽ കിട്ടുവാൻ തക്കവണ്ണം പാപങ്ങളെല്ലാം വരച്ചു കാണിച്ചു കൊടുത്തു. തകർന്നു വീണുകൊണ്ട് രാജാവ് പറഞ്ഞു, ഞാൻ യഹോവയുടെ പാപം ചെയ്തു പോയി. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, വാളിൻ്റെ ശക്തി, ഇരുവായുധത്തിലുള്ളതായ വാളിൻ്റെ ശക്തി, ആ വാള് വെട്ടുന്ന വാളാണ്. സ്നേഹത്തിൻ്റെ മൂർച്ച അത് അടഞ്ഞിരുണ്ടിരുന്നായ ഹൃദയത്തെ തുറന്നപ്പോൾ ദൈവ വെളിച്ചം അകത്തേക്ക് കയറി. സങ്കീർത്തനക്കാരൻ ദൈവസന്നിധിയിൽ ചെന്ന് കവിണു വീണു. തകർന്ന് തരിപ്പണമായി നുറുങ്ങിയ ഹൃദയത്തോടെയാണ് ചെല്ലുന്നത്. കണ്ണുനീരുകൊണ്ട് കട്ടിൽ നനച്ച് കർത്താവിൻ്റെ കാൽക്കൽ വീണ് കിടന്ന് കരയുന്നു. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ദാവീദ് അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്നു. ദൈവത്തെ കൺമുമ്പിൽ ഇങ്ങനെ കണ്ടു. പാപം മോചിക്കാൻ അധികാരമുള്ള ദൈവത്തിൻ്റെ മുൻപിൽ ദൈവത്തിന് സ്തോത്രം. കർത്താവിടെ നിൽക്കുകയാണെങ്കിൽ ഞാൻ ആ രക്തം മറന്നിരിക്കുന്ന ക്രൂശിൻ്റെ ചുവട്ടിൽ കിടന്നുകൊണ്ട് എനിക്ക് വേണ്ടി എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് എന്ന് കരയുന്ന കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ദാവീദ് പറയുകയാണ്. ദൈവത്തിന് സ്തോത്രം. അവിടെയാണ് നമ്മൾ ധ്യാനിച്ചു തുടങ്ങിയത് കഴിഞ്ഞ പ്രാവശ്യം. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ വീണ് കിടന്ന് ദാവീദ് എന്തെല്ലാം അപേക്ഷിച്ചു ദൈവസന്നിധിയിൽ. നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം, എൻ്റെ ദൈവമേ, എൻ്റെ പാവം എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ കടങ്ങൾ എനിക്ക് മോചിച്ച് തരണമേ, എന്നെ കഴുകി തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ പോരാ. സങ്കീർത്തനക്കാരൻ്റെ ജീവിതത്തിൽ വന്നതായ കുറ്റബോധം അതെന്തുമാത്രം ആഴമുള്ളതാണ്. അതങ്ങ് കണ്ടു കഴിഞ്ഞപ്പോൾ എന്തുമാത്രം വൃത്തികെട്ടവനും എന്തുമാത്രം അഴുക്ക് പറ്റിയവനും എന്തുമാത്രം കറ പറ്റിയവനുമാണ് എന്നങ്ങ് തിരിച്ചറിഞ്ഞപ്പോൾ കീണ് കിടന്ന് ദൈവത്തോട് അപേക്ഷിക്കുകയാണ് പാപമോചനത്തിന് വേണ്ടിയിട്ട്, കഴുകലിന് വേണ്ടിയിട്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങനെ കുറ്റബോധം കിട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവസന്നിധിയിൽ വീണ് കിടന്ന് അർപ്പിച്ചതായ 20 അപേക്ഷകളാണ് നാം ധ്യാനിച്ചു തുടങ്ങിയത്. 20 അപേക്ഷകൾ. ദൈവത്തിൻ്റെ സ്തോത്രം. വായിച്ചേ, ആദ്യത്തെ വാക്യം വായിച്ചേ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആദ്യം കാണേണ്ടത് ദൈവത്തിൻ്റെ ദയയാണ്. എന്നെ ആട്ടിക്കളയരുത്. എൻ്റെ കുറ്റം അതിഭയാനകമാണ്. ദൈവമക്കളെ, ആർക്ക് ക്ഷമിക്കാൻ പറ്റും? ഒരാളുടെ ഭാര്യയെ കൊണ്ടുവന്ന് വേണ്ടാധീനത്തിന് ഉപയോഗിച്ച് അവളെ ഗർഭിണിയാക്കി, അതുകൊണ്ട് ഭർത്താവിനെ കൊന്ന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു. എന്ത് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ചെല്ലും? ആകെയുള്ളതായ കാര്യം എന്നറിയാമോ? അപേക്ഷ. എന്ത്? കൃപയ്ക്കൊത്തവണ്ണം. ദൈവമക്കൾ, ആരും മറക്കരുത്, നിങ്ങളെ ആരും ദൈവം തള്ളിക്കളഞ്ഞിട്ടില്ല. എന്തുമാത്രം നിങ്ങളുടെ പാപം വലുതാണോ അതിനെ മുഴുവൻ കഴുകുവാൻ തക്കവണ്ണം രക്തത്തിൻ്റെ ശക്തി വലുതാണ്. നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. ദൈവത്തിന് സ്തോത്രം. ഇനി ഞാൻ പറയാൻ പോകുന്നത് പാപം, ലംഘനം, അകൃത്യം. അതാണ് 3 പാപതൃത്വങ്ങൾ. ദൈവത്തിന് സ്തോത്രം. പാപതൃത്വം, ലംഘനം, അകൃത്യം, പാപം. ട്രാൻസ്ഗ്രഷൻ, ഇനിക്വിറ്റി ആൻഡ് സിൻ. ഇവിടെ 7 പ്രാവശ്യം വീണ് കിടന്ന് അപേക്ഷിക്കുകയാണ്. ആവർത്തിച്ച് പറയാം. വായിച്ചേ, ദൈവത്തിന് സ്തോത്രം. 1-ാമത്തെ വാക്യം വായിച്ചേ. ദൈവമേ, നിന്റെ ദയയ്ക്ക് തക്കവണ്ണം എന്നോട് കൃപയുണ്ടാകണമേ. വായിച്ചു. നിന്റെ കരുണയുടെ ബഹുത്വം പ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായിച്ചു കളയണമേ. ദൈവത്തിന് സ്തോത്രം. ആദ്യം പറഞ്ഞ എന്താ? ഒന്ന് മായിച്ചു തരണം. അതൊരു വലിയ മർമ്മമാണ്. എൻ്റെ പാപം മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നു. എനിക്കിപ്പോൾ ഇത്രയും വയസ്സായി. ചെറുപ്പകാലം മുതൽ ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന സ്മരണയുടെ പുസ്തകം. ഞാനിങ്ങനെ മറിച്ചാൽ തീരുമോ? 80 വയസ്സ് കൊണ്ട് പറഞ്ഞു കൂട്ടിയതായി നുണയും ചെയ്തതായ വൃത്തികെട്ട പാപങ്ങളുടെയും പട്ടിക എഴുതി വെച്ചിരിക്കുന്നതായ താളുകൾ മറിച്ചാൽ തീരുമോ? ഓടിച്ചെന്ന് ക്ഷമിക്കണമെന്ന് പറഞ്ഞു പോകാനുള്ളതല്ലോ.
മുഴുവനൊന്ന് മായിച്ചു തരണം കർത്താവേ. ഞാൻ അല്ലാണ്ട് എന്ത് ചെയ്യും? മായിച്ച് കിട്ടിയില്ലെങ്കിലോ? 32 33 വായിച്ച പുറപ്പാട് 32 32 33. എങ്കിലും നീ അവരുടെ പാപം ക്ഷമിക്കണമേ, നീ പാപം ക്ഷമിക്കണമേ, അല്ലെങ്കിൽ നീ എഴുതിയ നിന്റെ പുസ്തകത്തിൽ നിന്ന് എന്റെ പേർ മായിച്ചു കളയണമേ. കേട്ടല്ലാരും? ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെല്ലാവരും നേരെ നോക്കി കേട്ടെ. മായ്ക്കാത്ത ഏതെങ്കിലും പാപം സ്മരണയുടെ പുസ്തകത്തിലുണ്ടെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ പേര് കാണുമല്ലോ കേട്ടോ. കേൾക്കാത്ത ആരെങ്കിലും ഉണ്ടോ? അത് ഓരോന്നും കൊണ്ട് ചെന്ന് ഞാൻ ഇത് മുഴുവൻ എഴുതി വെച്ചിരിക്കുന്നത് കണ്ട് 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 ആകത്തുകയായിട്ടൊരു പാപം മോചിച്ചു തരണം കർത്താവേ എന്ന് പറഞ്ഞു വന്നാൽ പോരാ. അത് ഓരോന്നിലും കുഞ്ഞാടിന്റെ രക്തം വീണു എന്ന് ഉറപ്പ് കിട്ടി കഴുകൽ മേടിച്ചിരിക്കണം. അല്ലെങ്കിൽ ജീവന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മാഞ്ഞു പോകും. അടുത്ത വാക്യം. യഹോവ മോശയോട്, എന്നോട് പാപം ചെയ്തവന്റെ പേർ, എല്ലാരും കേട്ടെ, എന്നോട് പാപം ചെയ്തവരുടെ പേര് ഞാൻ എന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. എന്റെ പൊന്നു കർത്താവേ, എല്ലാരും കേട്ടോ ദൈവമക്കളെ? പാപം ചെയ്യുന്നവരുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ നിന്ന് മായിച്ചു കളയും. ജീവന്റെ പുസ്തകത്തിലുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ആ പുസ്തകം പിടിച്ചിട്ട് ഒരു വാതിൽ തുറന്ന് ഞാൻ കണ്ടു. അവിടെ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു. എൻ്റെ പേര് വിളിച്ചിട്ട് ഇവിടെ കയറി വരിക. നിനക്ക് അനേക പാപങ്ങളുണ്ടായിരുന്നു, പക്ഷെ ഓരോന്നിനെയും ഓർത്ത് തകർന്ന ഹൃദയത്തോടെ വേദനയോടെ കരഞ്ഞ തിരുരക്തത്തിന്റെ ശക്തിയാൽ കഴുകൽ പ്രാപിച്ച് ഇപ്പോൾ ആ പാപത്തിൻ്റെതായ പേജ് ഒന്നുമില്ല. കാരണം രക്തം വീണു. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്തത് മാഞ്ഞു കിട്ടാത്തവരുടെ പേര് നിത്യജീവന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ മായിച്ചു കളയും. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം. ഒന്ന്, മായിച്ചു കളയണം. അടുത്ത വാക്യം വായിച്ചു. എന്നെ നന്നായി കഴുകി. രണ്ടാമത്, മുഴുവൻ അഴുക്കായി. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, നന്നായി കഴുകി തരണം. ഹല്ലേലൂയ. എല്ലാത്തിനെയും അലിയിച്ച് കളഞ്ഞ് ശുദ്ധീകരിക്കാൻ കഴിവുള്ള എൻ്റെ പൊന്നു കുഞ്ഞാട് അറക്കപ്പെട്ടപ്പോൾ ഒഴുകി വന്ന തങ്കച്ചോര. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, മായിക്കണം. രണ്ട്, നന്നായി കഴുകണം. അടുത്ത വാക്യം. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. മൂന്നാമത്, എൻ്റെ അകൃത്യം പോക്കണം. ഒരാളുടെ വായിൽ നിന്ന് വരുന്ന കാര്യം നീ പറയണേ. ഒരാളുടെ വായിൽ നിന്ന് വരുന്നത്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കാര്യം ഓർത്ത് ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ പറയും, ബത്ശേബയായിട്ടുള്ള ബന്ധത്തിൽ അല്ലാതെ ദാവീദ് ഒരു പാപവും ചെയ്തിട്ടില്ല. നമ്മളോ? അങ്ങനെ ഒരു വലിയ പാപം ദാവീദിന്റെ ജീവിതത്തിലുണ്ട്. പിന്നീട് അത് ആവർത്തിക്കാൻ പോയിട്ടില്ല. ആ ദാവീദ് ഇത്രയും കരഞ്ഞെങ്കിൽ നമ്മൾ എന്തോരം കരയണം? സഹോദരന്മാര്, നിങ്ങൾ ഉള്ളത്തെ തുടരണ്ടോ? എൻ്റെ പൊന്നു സാറേ, ഇങ്ങനെ ഒരു തകർച്ചയും കരച്ചിലും ഒക്കെ എനിക്ക് വന്നിട്ടുണ്ടോ? വന്നിട്ടില്ലെങ്കിൽ കഴിയിൽ കിട്ടിയിട്ടില്ല. ഒന്ന് നടുങ്ങണം. അതുകൊണ്ടാണ് സംഗീതക്കാരൻ എന്ത് പറയുന്നത്? നടുങ്ങുകയും പാപം ചെയ്യാതിരിക്കും. നടുക്കം വരണം കേട്ടോ. നടുക്കം പോയി. പൗലോസ് കരഞ്ഞിട്ട്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, സോ wretched a man that I am. വൃത്തികെട്ടവനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, മായിച്ച് കളയണം. രണ്ട്, നന്നായി കഴുകണം. മൂന്ന്, വായിച്ചേ. എന്നെ നന്നായി കഴുകി എൻ്റെ അകൃത്യം പോക്കണമേ. ചെയ്യരുതാത്ത കർത്താവൻ ചെയ്ത ആ കൃത്യം, ഇനിക്വിറ്റി. ചെയ്യരുതാത്ത ഞാൻ ചെയ്തത്. വ്യഭിചാരം ചെയ്യരുതായിരുന്നു, കൊലപാതകം ചെയ്യരുതായിരുന്നു, മദ്യപിക്കരുതായിരുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ അകൃത്യം പോക്കണം. ദൈവത്തിന് സ്തോത്രം. പോക്കണം എന്ന് പറഞ്ഞാൽ അതറിയാമോ? ഞാൻ പറഞ്ഞത് ടേക്ക് ഔട്ട് എന്നാണ്. ദൈവത്തിന് ഇപ്പോൾ ഈ വെള്ളം ഗ്ലാസ് ഇവിടെ ഇരിക്കണേ. ഇത് പോക്കുക എന്ന് പറഞ്ഞാൽ, അകൃത്യം പോക്കുക എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചു. ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടോ അത്? ദൈവമക്കളെ, കർത്താവിനോട് പറയണം, കർത്താവ് എന്നീ ഒന്ന് ഇറങ്ങി വന്ന് എൻ്റെ ജീവിതത്തിൽ മുറുകെ പറ്റി പിടിച്ചിരിക്കുന്ന അകൃത്യങ്ങളെല്ലാം ആ ഒരൊറ്റ കൈക്ക്, രക്തം പുരയുടെ കൈക്ക് മാത്രമേ എടുത്തു കളയാൻ പറ്റുകയുള്ളൂ. വേറെ എവിടെ പോകും? ഞങ്ങളുടെ അടുത്ത് വന്നാൽ ഞങ്ങൾക്ക് മാറ്റാൻ പറ്റുമോ? ഒരു പുണ്യവാളന് മാറ്റാൻ പറ്റുമോ? 100 പുണ്യവാളന്മാരുടെ രക്തം കൂട്ടിയാലും എൻ്റെ ജീവിതത്തിൽ ഒരു പാപത്തിൻ്റെ കറ കഴുകി കിട്ടില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. കുഞ്ഞാട്ടിൻ്റെ രക്തം. ഹല്ലേലൂയ. ഇതെൻ്റെ കർത്താവ് കേൾക്കുന്നുണ്ടല്ലോ. കർത്താവ് നമുക്ക് മുദ്ര വെച്ച്, ദൈവത്തിന് മകനെ, ഈ സത്യമാണ് ജനത്തിന് പറഞ്ഞു കൊടുക്കേണ്ടത്. പാപത്തിന്റെ ഭയാനകത കാണാൻ ഞാൻ ക്രൂശിൽ പിടഞ്ഞു മരിക്കുന്ന ദൈവമക്കളൊന്ന് കാണട്ടെ.
ദൈവത്തിന് സ്തോത്രം. നിന്റെ പാപത്തെയും എൻ്റെ പാപത്തെയും ചുമന്നുകൊണ്ടാണ് ഞാൻ ഈ വേദന ഈമ്പി കുടിച്ച്, ദൈവത്തിന് സ്തോത്രം, സകല സ്ഥലവും അടിയും ആണികളുമേറ്റ് കീറി മുറിഞ്ഞ് ഇവിടെ കിടന്ന് രക്തം വാർന്നൊലിച്ച് പിടഞ്ഞു മരിക്കുന്നത്. ആ വേദനയുടെ ആഴമേറിയ മുറിവുകൾ പാപം ചെയ്ത വ്യക്തിക്ക് വരണം ദൈവമക്കളെ. ദൈവത്തിന് സ്തോത്രം. രക്തം പുരണ്ടതായിരിക്കുന്ന വചനം, ഈ വചനം നിങ്ങളെ തലോടി പോകുമ്പോൾ കുഞ്ഞാടിൻ്റെ രക്തം നിങ്ങളുടെ പാപക്കറകൾ കഴുകണം. നിങ്ങൾ ഉള്ളത്തിൽ വേദനയോടെ കരഞ്ഞുകൊണ്ടിരിക്കണം, എൻ്റെ അകൃത്യം വലുതാണ് കർത്താവേ. ദൈവത്തിന് സ്തോത്രം. മായ്ച്ചു കളയണം, നന്നായി കഴുകണം, അകൃത്യം പോക്കണം. 3. 4-ാമത്തെ കാര്യം എന്താണ്? എന്റെ പാപം നീക്കി. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ പാപം നീക്കണം, അതെനിക്ക് വേണ്ട, അതങ്ങ് എടുത്തു കളയണം. ഹല്ലേലൂയ. ഒട്ടും ബാക്കി കാണരുത്. ആബ്സല്യൂട്ട്ലി ഹോളി, സമ്പൂർണ്ണമായിട്ട് വിശുദ്ധമായിരിക്കണം. ഈ ഒരാഗ്രഹം നമുക്ക് വന്നേ മതിയാവുള്ളൂ. വലിയ ഉണർവിൻ്റെ കാറ്റ് നമ്മുടെ മധ്യത്തിലേക്ക് വരാൻ പോവുകയാണ്. അതിന് തുടക്കം ക്രിസ്ത്യാനിറ്റി ബിഗിൻസ് വിത്ത് എ സെൻസ് ഓഫ് സിൻ. ദൈവത്തിന് സ്തോത്രം. പാപബോധം കിട്ടിയോ, ക്രൂശിൻ്റെ അടുക്കിലേക്ക് ചെന്നാൽ മോചനം കിട്ടും, ഉറപ്പാണ്. ദൈവത്തിന് അകൃത്യം പോക്കണം. 4, പാപം നീക്കണം. 5-ാമത്തെ കാര്യം എന്താണ്? എന്റെ പാപം നീക്കി എന്നെ വെടിപ്പാക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് സുഖമുള്ള വാക്കാന്നറിയോ? എന്നെ ഒന്ന് വെടിപ്പാക്കണം. ഞാനങ്ങോട്ട് ചീത്തയായിപ്പോയി, ഞാനങ്ങ് അഴുക്കായിപ്പോയി, ഞാൻ മലീമസമായിപ്പോയി, ഞാനങ്ങ് വിടക്കായിപ്പോയി. ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഐ ആം റോട്ടൺ ത്രൂ ആൻഡ് ത്രൂ. അകവും പുറവും സകല അവയവങ്ങളും ഹല്ലേലൂയ മുഴുവൻ അഴുക്കാണ്. ചിന്താമണ്ഡലം മറ്റു പറയേണ്ട കർത്താവ് എന്തെല്ലാമാണ്. ഹല്ലേലൂയ. ദൈവത്തിന് മഹത്വം, കർത്താവിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. എന്നെ കർത്താവെ ഒന്ന് കഴുകി വെടിപ്പാക്കാമോ, ഒന്ന് കഴുകി വെടിപ്പാക്കാമോ? ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ കർത്താവ് തരില്ലേ? കർത്താവ് കഴുകാനല്ലേ വന്നത്? ഞാൻ ശുദ്ധീകരിക്കും ദൈവം, ദൈവത്തിൻ്റെ പേര് തന്നെയാണ്. ഞാൻ ശുദ്ധീകരിക്കും ദൈവമാകുന്നു, ഞാൻ കഴുകി വെടിപ്പാക്കും ദൈവമാകുന്നു. നമ്മുടെ പാപക്കറകൾ കഴുകാൻ വേണ്ടി മാത്രമല്ലേ കർത്താവ് രക്തം ചിന്തി മരിച്ചത്? വേറെ എന്തിനെങ്കിലും ആണോ? ദൈവം മരിക്കുന്നു പാപിക്ക് വേണ്ടിയിട്ട്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. 5-ാമത്തെ വെടിപ്പാക്കുന്നു. 51-ാമത്തെ ഇതിന്റെ 7-ാമത്തെ വാക്യം വായിച്ച്, ഞാൻ നിർമ്മലനാകേണ്ടതിന് ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. ഈ സോപ്പ് കൊണ്ട് എന്നെ ശുദ്ധീകരിക്കണമേ. ദൈവത്തിന് സ്തോത്രം. അത് ദൈവമക്കളെ ഒരുമാതിരി വേദനയുള്ള കാര്യം. ഈ സോപ്പ് എന്ന് പറയുന്നത് ഒരു ചെടിയാണ്. ദർ ഇസ് എ ഷ്രബ് വിത്ത് ഹെയറി സ്റ്റെം. ഈ മതിൽ കൂടിയൊക്കെ ഇങ്ങനെ പടർന്നു പിടിച്ച് കയറുന്ന ഒരു ചെടിയാണ്. ദൈവത്തിന് അതിൻ്റെ ആ തണ്ടയിലുണ്ടല്ലോ, ഈ തലമുടി പോലെ ഇങ്ങനെ തൂങ്ങി കിടക്കും. ദൈവത്തിൻ്റെ സ്തോത്രം. അത് സോപ്പ് വെള്ളത്തിലോ കാരത്തിലോ അല്ലെങ്കിൽ ചാരത്തിലോ വെച്ച് ഇങ്ങനെ അങ്ങ് കഴുകും. എന്തുമാത്രം കട്ടി പിടിച്ചിരിക്കുന്ന കറിയാണേലും പോകും. പുറപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ ഈ ഹീസോപ്പ്, HYSSOP, ഹീസോപ്പ് ഷ്രബ് ചെടിയാണത്. ദൈവത്തിൻ്റെ സ്തോത്രം. വായിച്ചേ. ഈ സോപ്പ് ചെടിയുടെ ഒരു കെട്ടെടുത്ത് കിണ്ണത്തിലുള്ള രക്തത്തിൽ മുക്കി കിണ്ണത്തിലുള്ള രക്തം കുറുമ്പടിമേലും കട്ടിലക്കാൽ 2-ന്മേലും തേക്കണം. നിങ്ങൾ ഒരുങ്ങിയിരുന്ന ഹൃദയമൊക്കെ ഒന്ന് തുറന്നേ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് വരട്ടെ. സ്വർഗത്തിലെ മാലകമാര് നമ്മുടെ മധ്യത്തിലേക്ക് വിടട്ടെ. കുഞ്ഞാടിൻ്റെ രക്തം ഹീസോപ്പ് തൊട്ടുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛന്മാർ പെരകുദാശ ചെല്ലുമ്പോഴേക്കും ദൈവത്തിന് കറിവേപ്പിലയുടെ ഇല ഇങ്ങനെ ഒന്നിച്ച് കെട്ടിയേച്ചും വെള്ളത്തിൽ മുക്കി പ്രാർത്ഥിച്ച വെള്ളത്തിൽ കളിക്കുന്ന പോലെ ദൈവമക്കളെ അതൊക്കെ ഒന്ന് നടന്ന് കിട്ടിയേക്കും. പ്രസംഗത്തിൻ്റെ പോയിന്റുകൾ നിങ്ങളെ കഴുകില്ല, കഴുകുന്ന കുഞ്ഞാടിൻ്റെ രക്തമാണ്. നിങ്ങളൊന്ന് ഉള്ളം തൊട്ട് പ്രാർത്ഥിച്ച മക്കളെ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവേ, ഈ കുഞ്ഞാടിൻ്റെ രക്തത്തെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. ദൈവത്തിൻ്റെ സ്തോത്രം. കർത്താവേ, ഞാൻ എൻ്റെ ഉള്ളം മുഴുവൻ തുറക്കുകയാണ്. ഒന്ന് തളിച്ചു തരാമോ കർത്താവ്? ഹല്ലേലൂയ. ഹൃദയങ്ങളിൽ തളിക്കുന്ന പൗലോസ് ഒരു ഹൃദയത്തിൽ വേണ്ട ദൈവമക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ക്രൂശിൻ ചോട്ടിലേക്ക് ദൈവത്തിൻ്റെ സ്തോത്രം. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാവുന്നു. ക്രൂശിൻ ചോട്ടിൽ ചെന്ന ക്രൂശിൽ രക്തം വാർന്നൊലിക്കുന്ന യാഥാർത്ഥ്യമായി വരുമ്പോഴേക്കും ചിലപ്പോൾ ഇങ്ങനെ കയ്യിൽ തെറ്റുപറ്റി കർത്താവ് കഴുകി തരണം. പിന്നെ കർത്താവ് ഈ കയ്യിലും കൊണ്ട് അതും കാണിച്ചു കൊടുക്കണം. ദൈവമക്കളെ, അങ്ങനെ ചെയ്യാനല്ല നിങ്ങളോട് ഞാൻ പറയുന്നത്. പിന്നെ കർത്താവ് ഈ നാക്കുകൊണ്ട് തെറ്റുവെച്ച് അവിടെയും ഒരു കുരിശിട്ട് തരണം. അല്ല കർത്താവ് നോട്ടത്തിൽ തെറ്റുവെച്ച് ഒരു തുള്ളി രക്തം എൻ്റെ കണ്ണിൽ ഒഴിച്ചു തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് വളരെ വ്യക്തമായിട്ട് പറയും കർത്താവ്, ഈ തലച്ചോട്ടി അങ്ങ് ഞാൻ അങ്ങ് എടുത്തേച്ച് പറയുകയാണ്. എൻ്റെ ഈ ബ്രെയിൻ, എൻ്റെ ഈ തലച്ചോറ്
അത് ചീത്തയാ കർത്താവ്, വേണ്ടാത്തൊക്കെ ചിന്തിക്കും, സ്വപ്നം കാണുകയൊക്കെ ചെയ്യും. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് അതിനെ ഒന്ന് നനയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമക്കളെ, അകവും പുറവും കഴുകി മേടിക്കുമ്പോൾ അതാണ് വെടിപ്പാക്കുന്നത്. ദൈവത്തിനോ സ്തോത്രം. അങ്ങനെ കഴുകി മേടിക്കുന്നതാണ് വാസ്തവത്തിൽ ഈ ജാഗരണം എന്ന് പറയുന്നത്. അല്ലാണ്ട് വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്ന കാര്യമല്ല. 6 ഞാൻ പറഞ്ഞു. 1, ദൈവം മായിച്ചു കളയണം. 2, നന്നായി കഴുകണം. 3, അകൃത്യം പോക്കണം. 4, പാപം നീക്കണം. 5, എന്നെ വെടിപ്പാക്കണം. 6, എന്നെ ശുദ്ധീകരിക്കണം. മതിയാണില്ല. ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴുണ്ടല്ലോ, പിന്നെ നോക്കി കഴിഞ്ഞപ്പോഴേക്ക് ഇനി മായാത്തത് എന്തെങ്കിലും കിടപ്പുണ്ടോ? ഞാൻ വേണ്ടാത്തൊക്കെ ചിന്തിക്കുകയൊക്കെ ചെയ്തില്ലേ? പട്ടിക മുഴുവനായിട്ട് നോക്കി. അപ്പോൾ ഇനി ഏതെങ്കിലും ബാക്കി കിടപ്പുണ്ടോ? ചിലതൊക്കെ ഉണ്ട്, ചിലതൊക്കെ ഉണ്ട്. പിന്നെ 7ാമത്തെ ഒരു കാര്യം കൊണ്ടെന്ന് ആവർത്തിച്ചു പറഞ്ഞ ഏതാണ്? 51:9 വായിച്ച്. 51:9. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. അടുത്ത വാക്യം. എന്റെ അകൃത്യങ്ങളെ ഒക്കെയും മായിച്ചു കളയണമേ. ദൈവത്തിൻ്റെ സ്തോത്രം. പിന്നെ എന്നാ പറഞ്ഞേ? കർത്താവേ, മായാത്ത ചിലതൊക്കെ കിടപ്പുണ്ടല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ഇവിടെ കുടഞ്ഞിട്ടൊക്കെ കത്തിപ്പൊക്കോളും. കർത്താവിൻ്റെ തിരത്തെ മുഴുവനായിട്ട് കഴുകിക്കോളും. കാൽവറിയിൽ കത്തിയത് തീയാണ് ദൈവമക്കളെ. ഹല്ലേലൂയ. എല്ലാം അങ്ങ് ദഹിച്ചു പോകും. ഞാൻ കർത്താവിനോട് വളരെ എളിമയോട് പ്രാർത്ഥിക്കാറുണ്ട്. ദൈവം, കാൽവറിയിൽ കത്തിയതായ ആ ജ്വലിക്കുന്ന തീ എന്നിലൊന്നും കത്തണം. 2 കാര്യങ്ങൾ നടക്കും തീ വരുമ്പോൾ. ഒന്നെന്താ? കത്തി ചാമ്പലാകേണ്ടത് മുഴുവനങ്ങ് പോകും. ചാമ്പലാകേണ്ടത് മുഴുവനങ്ങ് പോകും. ബന്ധനകെട്ടുകളൊക്കെ അങ്ങോട്ട് കത്തി ചാമ്പലായി വിട്ടുപോകും. ബാക്കി ചപ്പും ചവറും വേണ്ടാത്തതെല്ലാം അങ്ങോട്ട് കത്തി ചാമ്പലായി പോകും. പിന്നെ എന്താ? എൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം, വിലയേറിയതായ ആത്മാവ് അതങ്ങ് കത്തി ജ്വലിക്കും. മങ്ങി നിൽക്കുന്ന കത്തി ജ്വലിക്കും. ചാമ്പലായി പോകേണ്ടത് പോകും. ഞാൻ വിടുതലോടുകൂടിയാണ് എഴുന്നേറ്റ് വരുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. 7ാമത്തെ വാക്യം ഒരു കാര്യം കൊതിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഞാൻ ഹിമത്തേക്കാൾ വെളുക്കേണ്ടതിന് എന്നെ കഴുകണം. ദൈവത്തിൻ്റെ സ്തോത്രം. സാധാരണ വെള്ളയൊന്നും പോരാ എനിക്ക്. നല്ല മഞ്ഞ് പോലെ കണ്ട ഇങ്ങനെ കൊതി വരും. നല്ല വെള്ള മഞ്ഞുകട്ടി പോലെ. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ആ പഞ്ഞി പോലെ എന്നെ അങ്ങ് വെളുപ്പിച്ചതാണ്. നന്നായി കഴുകി. ഹല്ലേലൂയ. അങ്ങനെ കഴിയുമ്പോൾ പിന്നെ ഇങ്ങനെ എഴുന്നേൽക്കുന്നത്. 8ാമത്തെ വാക്യം വായിച്ച്. 8ാമത്തെ വാക്യം. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാകണമേ. ഹല്ലേലൂയ. സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാക്കണമേ. ദൈവത്തിൻ്റെ സ്തോത്രം. വ്യക്തമായിട്ട് പറഞ്ഞു, വാഷ് മീ വിത്ത് ആൻഡ് മേക്ക് മീ വൈറ്റർ ദാൻ സ്നോ. ഇപ്പം എന്നാ പറയുന്നത്? സന്തോഷവും ആനന്ദവും എന്നെ കേൾക്കുമാറാകണം. പാവം വന്നപ്പോൾ എന്തു പറ്റി? സന്തോഷം പോയി, സന്തോഷം പോയി, ആനന്ദം പോയി, പാട്ട് നിലച്ചു പോയി. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. ഗിവ് മീ ബാക്ക് മൈ ജോയ്. ലെറ്റ് മീ ഹിയർ ദി സൗണ്ട് ഓഫ് ഗ്ലാഡ്നെസ് ആൻഡ് ലെറ്റ് മൈ ബോൺസ് റിജോയ്സ്. ബോൺസ് എന്ന് പറയുന്നത് എപ്പോഴും അകത്തെ അവസ്ഥയാണ്. ബോൺ നമുക്ക് കാണാൻ പാടില്ല. ശക്തിയെല്ലാം പോയി. ഈ ബോണുള്ളതുകൊണ്ടല്ലേ, നട്ടൽ നന്നായിട്ട് കരുത്തുള്ളതുകൊണ്ട് ഞാനിവിടെ നിൽക്കുന്നത്. ആനന്ദം മുഴുവൻ പോയി. ദൈവത്തിൻ്റെ സ്തോത്രം. ചിരിയൊക്കെ നഷ്ടപ്പെട്ടു. പാപം ചെയ്യുമ്പോൾ അന്നേരം ഒരു രസമുണ്ട്, മദ്യപിക്കുമ്പോൾ അന്നേരം ഒരു രസമുണ്ട്. പക്ഷേ പിന്നീടോ വേദനയാണ്. അങ്ങനെ വന്നു പോയല്ലോ, നരകം കയറി വന്നല്ലോ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ പ്രാർത്ഥിക്കണം. രക്ഷയുടെ സന്തോഷം. ഗീവ് മീ ബാക്ക് മൈ ജോയ് ഓഫ് സാൽവേഷൻ. ദൈവത്തിൻ്റെ സ്തോത്രം. ആനന്ദം എന്നെ കേൾക്കുമാറാക്കണമേ. നീ ഓടിച്ച അസ്ഥികൾ ഉല്ലസിക്കട്ടെ. ഹല്ലേലൂയ. സ്തുതി നിന്നവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? സന്തോഷമറ്റുവരാരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. അത് കഴിഞ്ഞിട്ട് പിന്നീട് വായിച്ച് 9ാമത്തെ വാക്യം വായിച്ച് ഞാൻ എന്താ പറയുന്നതെന്നോ? പാപബോധം കിട്ടിയപ്പോൾ സങ്കീർത്തനക്കാരൻ്റെ അപേക്ഷകളുടെ പട്ടികയാണ് ഇനി പറഞ്ഞു വരുന്നത്. ദൈവത്തിൻ്റെ സ്തോത്രം. വായിച്ചേ. എന്റെ പാപങ്ങളെ കാണാതെ വണ്ണം നിന്റെ മുഖം മറയ്ക്കണമേ. ദൈവത്തിൻ്റെ സ്തോത്രം. ഹൈഡ് യുവർ ഫേസ് ഫ്രം മൈ സിൻ. ഹല്ലേലൂയ. ദൈവത്തിന് നോക്കാൻ പറ്റാതെ വണ്ണം ഏറ്റവും വൃത്തികെട്ടതായ പാപങ്ങൾ ജീവിതത്തിൽ വന്നുപോയി. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾക്ക് മനസ്സിലായോ അത്? ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സ്തോത്രം. അങ്ങോട്ട് നോക്കാൻ തോന്നണില്ല.
ദൈവമക്കളെ, ആ കാര്യം വളരെ വ്യക്തമായി കാണുന്ന എവിടെയാണ്? കാൽവറി ക്രൂശിലാണ്. ഞാൻ ഞെട്ടലോടെയാണ് ആ കാര്യം പറയുന്നത്. ആരാണ് കർത്താവായ യേശു ക്രിസ്തു? മാലാഖമാരെ മുഖം മൂടിക്കൊണ്ട് ആരാധിക്കുന്ന പരിശുദ്ധത്തിൽ പരിശുദ്ധം പവിത്രനും നിർദോഷനും നിഷ്കളങ്കിലും പാപം ചെയ്യാത്തവനുമായ കർത്താവായ യേശു ക്രിസ്തു. ദൈവം നോക്കണില്ല. ദൈവത്തിന് പിതാവേ എന്ന് വിളിക്കുന്നുണ്ട്, നോക്കണില്ല. പൊട്ടിക്കരഞ്ഞു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്ത്? മലിനത കാണാൻ എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിന് സാധ്യമല്ല. ക്രൂശിൻ ചുവട്ടിലേക്ക് നിങ്ങൾ ഓടി വരണം. ഈ അവസ്ഥയിൽ ദൈവത്തിന് എന്നെ നോക്കാനോ അനുഗ്രഹിക്കാനോ തൊടാനോ ഒന്നും പറ്റുകയില്ല. ദൈവത്തിൻ്റെ മഹത്വം, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ കർത്താവേ, ഇങ്ങോട്ട് നോക്കണ്ട, മുഴുവൻ വൃത്തികേട. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവമക്കളെ, ആ ഒരു ശബ്ദമാണ്. പത്രോസിന്റെ അടുക്കിലേക്ക് വെള്ളത്തിലേക്ക് കർത്താവായ യേശു ക്രിസ്തു നടന്ന് അങ്ങ് അടുത്തിരുന്നപ്പോഴേക്കും ദൈവത്തിൻ്റെ സ്തോത്രം, നീ എന്നെ വിട്ടുപോകണമേ. ദൈവത്തോടുള്ളതായ ഇഷ്ടക്കുറവല്ല, നിന്റെ അടുത്ത് നിൽക്കാൻ ഞാൻ ആര്? ഹല്ലേലൂയ. ഈ പാപബോധത്തോടെ നിങ്ങൾ ഓരോരുത്തരും അടുത്ത് വന്നേ. നിങ്ങൾ എല്ലാ സാഹചര്യങ്ങളൊക്കെ അങ്ങ് മറന്നേ. കുഞ്ഞാടിൻ്റെ രക്തത്തിൻ്റെ ഒരു സുഗന്ധം നിങ്ങളെ വശീകരിക്കുന്നില്ലേ? കർത്താവിനൊരു കൊതിയുണ്ട്. ഞാൻ നിങ്ങളോട് വ്യക്തമായി പറയട്ടെ, അനുഭവിച്ചുകൊണ്ട് പറയട്ടെ, ഇന്ന് കർത്താവിനൊരു കൊതിയുണ്ട്. നമ്മുടെ സന്തോഷത്തിനൊരു ദിവസമല്ലേ? ആ സന്തോഷത്തിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടി കർത്താവിനൊരു കൊതിയുണ്ട്. ക്രൂശിൻ ചുവട്ടിൽ അനുതാപത്തോടെ വന്ന് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഹിമത്തേക്കാൾ വെണ്മയാകണമെന്ന് ഉള്ളിൻ്റെ ഉള്ളറയിൽ നിന്ന് കൊതിച്ചുകൊണ്ട് തകർന്നുറുകിമാരിക്കുന്ന ഹൃദയത്തോടെ അപേക്ഷിക്കുന്ന ദൈവമക്കളെ സമൂലമായി ഒന്ന് കഴുകി, ഹല്ലേലൂയ, തീ പിടിപ്പിച്ച് വിടണമെന്ന് എൻ്റെ കർത്താവിനൊരു കൊതിയുണ്ട്. അത് നടക്കുമോ നിങ്ങളുടെ ജീവിതത്തിൽ? കർത്താവേ, അത് എനിക്ക് വേണമെന്ന് ഞാൻ വ്യക്തമായി പറയുകയാണ്. ഞാൻ വ്യക്തിപരമായി പറയുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ രക്തം സംസാരിക്കുന്ന സ്വർഗീയമായിരിക്കുന്ന രംഗം. നിങ്ങളോട് ഞാൻ സുവിശേഷം പറയട്ടെ, കർത്താവിൻ്റെ രക്തത്തിന് മോചിക്കാൻ വയ്യാത്ത പാപവുമായി ഒരു വൃത്തികെട്ട പാപിയും ഇവിടെ വന്നിട്ടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സകല പാപം പോക്കി ശുദ്ധീകരിക്കുന്നതാണ്. അത് യോഹന്നാൻ സ്ലീഹ അത് കണ്ടിട്ടാണ് പറയുന്നത്. വലത്തുഭാഗത്തെ കള്ളനെയും കൊണ്ട് കർത്താവായ യേശു ക്രിസ്തു സ്വർഗത്തിലേക്ക് പോയി. അവൻ ചെയ്യാത്ത ഏതെങ്കിലും പാപമുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടെ ചെന്നപ്പോൾ മാലാഖമാര് ചോദിച്ചു കാണൂ, ഇവൻ ചെയ്യാത്ത കൊലകുറ്റമില്ലല്ലോ, വേശ്യാവൃത്തിയില്ലല്ലോ, ഭവനദണ്ഡനമില്ലല്ലോ, എന്തെല്ലാം ചെയ്ത് കർത്താവേ, എന്താണ് ഇവനെ കൊണ്ട് വന്നിരിക്കുന്നത്? എന്താണ് ഇവനെ കൊണ്ട്? ദാറ്റ്സ് ദി ഫസ്റ്റ് ഫ്രൂട്ട് ഓഫ് ദി ക്രോസ്. ഹല്ലേലൂയ. ക്രൂശിൽ രക്തം ചിന്തിയതിന്റെ ആദ്യത്തെ ഫലമാണ് വലത്തുഭാഗത്തെ കള്ളൻ. ഇവനെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ എന്താണ് കാരണം? That is the fruit of cross. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. That's the power of the holy blood of Jesus. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ രക്തം വലത്തുഭാഗത്തെ കള്ളന്റെ കൊടിയ പാപപ്രവൃത്തികളും പ്രകൃതികളും മുഴുവനായി കഴുകി ആ നിത്യ നരകത്തിന്റെ ഓഹരിക്കാരനായിരുന്ന അവനെ സ്വർഗരാജ്യത്തിന്റെ പറുദീസയുടെ അവകാശിയാക്കി മാറ്റിയ കുഞ്ഞാടിന്റെ കാൽവറിയിലെ യാഗത്തിൽ ഒഴുകി വന്ന ആ തങ്കച്ചോറിപ്പോൾ കഴുകുകയാണ്. സത്യമാണ്. ഭയത്തോടും വിറലോടും കൂടി നിങ്ങൾ ഇരിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇതൊരു പ്രസംഗയോഗമല്ല, കുഞ്ഞാടിൻ രക്തം കഴുകുന്ന സ്വർഗീയമായ രംഗമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ വ്യക്തമായ ബോധ്യത്തോട് ഒരു കാര്യം കൂടെ പറയട്ടെ. അപ്രകാരം കഴുകൽ പ്രാപിക്കുമ്പോൾ നിങ്ങൾ അടിയറ വരയിട്ട് ഉറച്ചു. അനേക രോഗങ്ങളും ഇന്ന് സൗഖ്യമാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അനേക രോഗങ്ങളും സൗഖ്യമാകും. ദൈവത്തിന് സ്തോത്രം. പാപത്തിന്റെ പടി ചവിട്ടി നിന്റെ ജീവിതത്തിനകത്തേക്ക് കയറി വന്നതായ അനേക രോഗാണുക്കൾ കുഞ്ഞാടിൻ രക്തം ഗുണകരമായി സംസാരിച്ചു വരുമ്പോൾ ആ തീയിൽ ദഹിച്ചു പോകും. ഹല്ലേലൂയ. ഇത് അത്ഭുതങ്ങളുടെ ദിവസമായി മാറട്ടെ, അടയാളങ്ങളുടെ ദിവസമായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പാവപ്പെട്ട അടിയന്റെ വാക്കുകളല്ല, കുഞ്ഞാടിന്റെ രക്തത്തിന്റെ ശക്തിയാണ്, പരിശുദ്ധാത്മാവിന്റെ തീയുടെ ശക്തിയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് നോക്കാൻ വയ്യാത്ത വിധത്തിൽ പാപത്താൽ മൂടിയവരാണെങ്കിലും കുഞ്ഞാടിൻ രക്തം വന്ന് നമ്മളെ അങ്ങ് മൂടുമ്പോൾ സമ്പൂർണ്ണ വിശുദ്ധരായി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അങ്ങനെ സങ്കീർത്തനക്കാരൻ കഴുകൽ പ്രാപിച്ചു എന്നൊക്കെ ബോധ്യയിരിക്കുന്ന സമയമാണ്. ശ്രദ്ധിക്കണം ഞാൻ പറയുന്നത്. അങ്ങനെ ഏതായാലും എനിക്കൊരു കഴുകൽ കിട്ടി, എൻ്റെ കഴുകൽ കിട്ടി. ഇപ്പം നിങ്ങൾ വിചാരിച്ചു നന്നായിട്ടൊന്ന് മേത്തൊക്കെ വൃത്തികെട്ടതെല്ലാം എന്ന് നന്നായിട്ട് ഒന്ന് സോപ്പിട്ടൊക്കെ ഒന്ന് കഴുകി നോക്കിയപ്പോൾ ഒന്നുമില്ല, ക്ലിയറായി, നല്ല വസ്ത്രമൊക്കെ മാറി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ദൈവത്തിന് സ്തോത്രം. ദൈവങ്ങളെ അടുത്ത് വായിക്കാൻ വായിച്ചു. ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച്
സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. എല്ലാവരും കേട്ടോ അത്? നിങ്ങൾ ആ ഘട്ടത്തിലേക്ക് ഒന്ന് വന്നേ. അത് കഴിഞ്ഞപ്പോൾ സങ്കീർത്തനക്കാരൻ, ദൈവമേ ഇതൊക്കെ ശരിയാണ്, നീ എന്നെ കഴുകി, പ്രകടമായ പലതും ഒക്കെ മാറി, അപ്പം ആരും കാണാൻ തൊക്കണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. സങ്കീർത്തനക്കാരൻ്റെ ഉള്ളത്തിലേക്ക് വെളിച്ചം വീശി. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ഞാൻ നിന്നോട് അപേക്ഷിക്കാൻ നീ ഒരു കാര്യം ശരിയാക്കി തന്നെ. എനിക്ക് പുറമേയുള്ള കഴിവുകൾ പോരാ. ഇതിനൊക്കെ കാരണം എന്നറിയാമോ? ദൈവത്തോട് പറയാണ്, ഇതിനൊക്കെ കാരണം ഞാൻ വേശ്യാവൃത്തി ചെയ്തത്, മദ്യപിച്ചത്, കൊലയ്ക്ക് കൊടുത്തത് ഒക്കെ ഈ ശരീരത്തിൻ്റെ അവയവങ്ങൾ കൊണ്ടാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. പക്ഷെ ഇതിൻ്റെ തുടക്കം എവിടെയാണെന്നറിയാമോ? എവിടെയാ? ഹൃദയമാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നിങ്ങൾ കേട്ടത്, വായിച്ചത്, എൻ്റെ ഹൃദയം ഒന്ന് കഴുകി തരണമെന്നാണ് പ്രാർത്ഥിച്ചത്. അതെയോ? പിന്നെ എന്തെന്നാ? നിർമ്മലമായൊരു ഹൃദയം സൃഷ്ടിക്കണം. ഇത് കൊള്ളില്ല, അതിനെ അവിടെ വെച്ചേക്കാൻ കൊള്ളില്ല. ദൈവം ഇതങ്ങ് എടുത്തു കളയണം. ക്രിയേറ്റ് മീ എ പ്യൂർ ഹാർട്ട്. അത് വ്യക്തമായിട്ട് എഹെസ്കേൽ പ്രകാരം പറഞ്ഞില്ലേ? ദൈവത്തിന്റെ കല്ലായുള്ള ഹൃദയം നീക്കി, അടുത്ത വാക്ക് പറഞ്ഞ് മാംസളമായി. ദൈവത്തിന്റെ സ്തോത്രം, ഇതെനിക്ക് വേണ്ട. ദൈവമക്കളെ ഒന്ന് ഉള്ളം തൊട്ട് പറഞ്ഞു, നിങ്ങൾ ഹൃദയം നല്ലതാണോ? ആർ യു ബ്യൂട്ടിഫുൾ ഇൻസൈഡ്? ആർ യു ബ്യൂട്ടിഫുൾ ഇൻസൈഡ്? ആന്തരികമായിട്ട് എന്തുണ്ട്? നല്ല വെള്ള ചമയ ഏറ്റവും കൊള്ളാവുന്നതിനായിട്ട് നടക്കാൻ ഏറ്റവും ജയിച്ചൊരു വ്യക്തിയാണ് ഞാനെന്ന് പറയും. ദൈവത്തിന്റെ സ്തോത്രം എവിടെ ചെന്നാലും. പക്ഷേ ദൈവത്തിന്റെ സ്തോത്രം ഞാൻ നിങ്ങളോട് സാധാരണ പറയാറുണ്ട്. ഞാൻ പച്ച മലയാളത്തിൽ പറയാണ്, ഞാൻ എൻ്റെ കർത്താവിനോട് വ്യക്തമായിട്ട് പറഞ്ഞാണ്. പ്രസംഗിക്കാൻ എഴുന്നേറ്റ് നിൽക്കുന്ന ദൈവത്തിന്റെ സ്തോത്രം, പല സ്ഥലങ്ങളിലും ഓടിയിടന്ന് സുവിശേഷം പറയുന്ന, വെള്ളവസ്ത്രമൊക്കെ ധരിച്ച് വേദപുസ്തകമൊക്കെ കൈ പിടിച്ച്, ചിലരൊക്കെ കാണുമ്പോൾ കൈയൊക്കെ ഊപ്പുന്ന ഒരു പ്രൊഫസർ CM മാത്യു ഉണ്ട്, അല്ലെങ്കിൽ മാത്തു പിടിച്ചായനുണ്ട്. ഞാൻ തന്നെ താൻ പ്രാർത്ഥന മുറിയിലിരിക്കുമ്പോൾ ഏങ്ങളടിച്ച് കരഞ്ഞുകൊണ്ട് പറയും, ഇതിനകത്തൊരു കൊച്ചുമാത്തുക്കുട്ടിയുണ്ട്. അത് കൊള്ളൂല, ഇതിനകത്തൊരു കൊച്ചുമാത്തുക്കുട്ടിയുണ്ട്. ഹല്ലേലൂയ. അത് കണ്ടെങ്കിൽ ആരും എന്നെ ഇവിടെ എഴുന്നേൽപ്പിക്കില്ലായിരുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ സ്തോത്രം. ഇന്ന് രാത്രി ഒരു ഹൃദയമാറ്റ ശസ്ത്രക്രിയ നടക്കണം, ഡിവൈൻ എക്സ്ചേഞ്ച് നടക്കണം. നിങ്ങളൊന്ന് ഉള്ളം തൊട്ടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിനോട് ഹൃദയം ചീത്തയാണെന്ന് ബോധ്യമുള്ള ആരെങ്കിലും ഇത് കേൾക്കുന്നുണ്ടോ? ഹൃദയം ചീത്തയാണല്ലോ, അതിനകത്ത് നന്മയില്ലല്ലോ, അതിനകത്ത് വ്യാജമാണല്ലോ, അതിനകത്ത് വേശ്യാവൃത്തി ഉണ്ടല്ലോ. കർത്താവായ യേശുക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, ദൈവത്തിന്റെ സ്തോത്രം, നിങ്ങൾ അനേകർ വ്യഭിചാരം ചെയ്യുന്ന എന്തുകൊണ്ടാണ്? സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവൻ ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു. എല്ലാവരും കേൾക്കണമേ, വ്യഭിചാരം ചെയ്യുന്ന ശരീരത്തിന്റെ അവയവം ഹൃദയമാണ്. ദൈവത്തിന് സ്തോത്രം. ഹൃദയമാണ് ദൈവമക്കളെ. കർത്താവ് ആദ്യത്തെ പ്രസംഗത്തിൽ പറഞ്ഞു, ഹൃദയം കൊണ്ട് വ്യഭിചാരം ചെയ്തു. ഹല്ലേലൂയ. ഇന്ന് ആ പഴയ ഹൃദയം ഇവിടെ കിടക്കട്ടെ, രോഗമുള്ള ഹൃദയം ഇവിടെ കിടക്കട്ടെ, കാപട്യമുള്ള ഹൃദയം ഇവിടെ കിടക്കട്ടെ. ഹല്ലേലൂയ. കല്ലായുള്ള ഹൃദയം ഇവിടെ കിടക്കട്ടെ, കറുത്ത ഹൃദയം ഇവിടെ കിടക്കട്ടെ, മലിനരക്തമുള്ള ഹൃദയം ഇവിടെ കിടക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ രോഗങ്ങൾക്കും നല്ല വൈദ്യനായിരിക്കുന്ന കർത്താവായ യേശുക്രിസ്തു വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ആവശ്യമുള്ളവരുടെ ഹൃദയം തുറന്ന്, ഈ വൃത്തികെട്ട ഹൃദയം എനിക്ക് വേണ്ട കർത്താവേ, അതങ്ങ് മുറിച്ച് മാറ്റിക്കോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങളെ ആരെക്കാൾ വൃത്തികെട്ട ഹൃദയവുമായി അരുമനാഥന്റെ അടുക്കലേക്ക് ഞാൻ ഉള്ളം കീറി മുറിച്ചുകൊണ്ട് ചെല്ലുകയാണ്. എനിക്കിത് വേണ്ട കർത്താവേ, നീ അധികാരത്തോടെ വാഴുന്നൊരു ശങ്ക എനിക്ക് വേണം. നിന്റെ രക്തത്താൽ കഴിയതായൊരു ഹൃദയം എനിക്ക് വേണം. യേശുവിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞതായ ഒരാളത്വം എനിക്ക് വേണം. അകത്തെ മനുഷ്യനാണ് ഈ ഹൃദയം എന്ന് പറയുന്നത്, ഇന്നർ മാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്കൊരു രഹസ്യ വിശുദ്ധനായി മാറണം. അതിനുവേണ്ടി എൻ്റെ കർത്താവിൻ്റെ തങ്കച്ചോര ഇപ്പോൾ നിങ്ങളുടെ മധ്യത്തിൽ വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട ദൈവമക്കളെ. ഹല്ലേലൂയ. നന്ദിയോടെ, നന്ദിയോടെ സ്തോത്രം. ആ ഒരു സ്വർഗീയ ശസ്ത്രക്രിയയുടെ നടക്കട്ടെ. നിങ്ങളുടെ കല്ലായുള്ള ഹൃദയം, വൃത്തികെട്ട ഹൃദയം, മലീമസമായിരിക്കുന്ന ഹൃദയം, അകത്തെ മനുഷ്യൻ ചീത്തയാണെന്ന് ബോധ്യമുള്ളവരും എല്ലാവരും
അങ്ങോട്ട് അടുത്തു എന്നുവെച്ചും ഹല്ലേലൂയ ഹല്ലേലൂയ ഉള്ളം അങ്ങോട്ട് കീറി മുറിച്ചുകൊണ്ട് രക്തം മാർന്നൊലിക്കുന്ന ക്രൂശിലേക്ക് ആ ഭാഗം അങ്ങ് അടുപ്പിച്ച് ദൈവമക്കളെ ഹല്ലേലൂയ 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 ഒരു ശക്തി വ്യാപരിക്കും. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. പഴയതായ മനുഷ്യനെ രാഗമോഹങ്ങളോടെ കീറി മുറിച്ച് കളയും. ഹല്ലേലൂയ. നിങ്ങളുടെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ സ്തോത്രം ദൈവമക്കളെ ഒരു പുതിയ ഹൃദയം സൃഷ്ടിക്കും. The old has gone. Hallelujah. Hallelujah. I will never be the same. ആ ഒരു സ്വർഗീയ കാര്യപരിപാടി ഇന്നിപ്പോൾ നടക്കട്ടെ. ഹാലലിയ. അപ്പോൾ എന്ത് നടക്കും? അതിന്റെ അടുത്ത വാക്യം എന്താ? അതും കൂടെ നമുക്ക് വായിക്കാം. സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ആത്മാവ് ചത്തു കിടക്കുകയാണ്. ഹാലലുയ ഹാലലുയ ഹാലലുയ. റിന്യൂ ഇൻ മീ എ ന്യൂ സ്പിരിറ്റ്. ഹാലലുയ. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ വ്യാപരിക്കുകയാണ്. റിന്യൂ മീ, റിസ്റ്റോർ എ സ്റ്റെഡ്ഫാസ്റ്റ് സ്പിരിറ്റ് വിത്തിൻ മീ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. വാതിലുകളെ നിങ്ങളുടെ തലകളെ ഉയർത്തുവീൻ. പണ്ടേയുള്ള കഥകളെ ഉയർന്നിരിപ്പീൻ. ഹാലലുയ 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 ഹാലലുയ. തീയാകുന്ന ആത്മാവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങുന്നതായ സമയമാണ്. സ്വർഗത്തിലെ തീ ഭൂമിയിൽ കത്തുന്ന സമയമാണ്. ഹാലലുയ ഹാലലുയ. ഏത് പച്ചമുട്ടിയെയും ഏത് കറുത്ത മുട്ടിയെയും കത്തിക്കുവാൻ എൻ്റെ കുഞ്ഞാടിൻ്റെ തങ്കച്ചോരയ്ക്കും കാലുകളിൽ കത്തിയതായ സ്നേഹത്തിൻ്റെ തീക്കും സാധിക്കും. ഹല്ലേലൂയ. നന്ദിയോടെ നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം. കർത്താവേ, നീ അങ്ങനെ കഴുകി തന്നില്ല എങ്കിൽ, നീ എന്നെ യഥാസ്ഥാനപ്പെടുത്തിയില്ല എങ്കിൽ, പുതിയ ഹൃദയവും കഴുകിയതായ ശരീരവും പുതിയ ആത്മാവും എനിക്ക് കിട്ടിയില്ല എങ്കിൽ സംഭവിക്കാൻ വേണേനെ അടുത്ത വാക്യം വായിച്ച്. നിന്റെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. ദൈവത്തിന് മഹത്വം. കർത്താവിന് സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കൾ നിന്ന് പ്രാർത്ഥിച്ച് എന്നാ പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിന് സ്തോത്രം. എന്നെ തള്ളിക്കളയരുത്. ഹല്ലേലൂയ. എൻ്റെ വേറൊരു വേഷം വായിച്ചു നോക്കി. എന്നെ ആട്ടി ഓടിക്കരുത്. കയീൻ പറഞ്ഞില്ലേ? ഉൽപ്പത്തി 4:14 വായിച്ച്. ഉൽപ്പത്തി 4:13-14. ആട്ടിക്കളയേണ്ടവരല്ലേ നമ്മൾ? ആട്ടിക്കളയേണ്ടവരല്ലേ? ദൈവത്തിന് സ്തോത്രം. എൻ്റെ അടുത്ത് നിൽക്കണ്ട. ദൈവത്തിന് സ്തോത്രം. പറയേണ്ടതല്ലേ? ഞാൻ പലപ്പോഴും ചില ഭാഗങ്ങൾ വായിക്കുമ്പോൾ ഞെട്ടും. പത്രോസ്ലീഹ വിത്ത് ഓൾ ഹിസ് ഇന്നസെൻസ് ജഡസ്നേഹം കൊണ്ടാണെന്ന് പറഞ്ഞു, കർത്താവേ, നീ ക്രൂശിൽ മരിക്കാൻ പോകണമെന്ന് എനിക്ക് വഹിക്കാൻ പറ്റില്ല, അതരുത് കർത്താവേ എന്ന് പറഞ്ഞു. ഉടനെ എന്നാ പറഞ്ഞത്? സാത്താനെ, ദൈവമക്കളെ, ദൈവത്തിന് ക്രൂശ് ഒഴിവാക്കിയപ്പോൾ വിളിച്ചത് സാത്താൻ എന്നെ വിട്ടുപോ. ആ പരിശുദ്ധനായ ദൈവത്തിൻ്റെ അടുക്കൽ നിൽക്കാൻ യോഗ്യത. നിങ്ങൾ ഉള്ളം തകർന്ന് പ്രാർത്ഥിക്കണം കേട്ടോ. കാസ്റ്റ് മീ നോട്ട് അവേ ഫ്രം യുവർ പ്രസൻസ്. എൻ്റെ പരിശുദ്ധിയുടെ തികവിൻ്റെ രംഗത്ത് നിന്ന് എന്നെ തള്ളിക്കളയരുത്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. എൻ്റെ ദൈവത്തിൻ്റെ പൊന്നു നാമത്തിന് നന്ദിയോടെ സ്തോത്രം. ദൈവങ്ങളിൽ നിന്ന് പ്രാർത്ഥിച്ചോ, എന്നെ തള്ളിക്കളയരുതേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ പലപ്പോഴും കാണുന്ന കാര്യമാണ്. എന്തെങ്കിലും കുസൃതി കാണിച്ചു കഴിയുമ്പോൾ ഒന്ന് പോവാടുന്നു, എൻ്റെ അടുത്ത് നിൽക്കണ്ട. കൊച്ചിനോട് അമ്മ പറയും, കുസൃതിയുടെ കൂടാണ്, നീ പോയാൽ മതി, ഒരു അടിയെ കൊടുത്തിട്ട് പൊക്കോ എന്ന് പറയും. ദൈവത്തിൻ്റെ സ്തോത്രം. കൊച്ചെന്നെയും മാറിയെന്ന് കരയും. ചേരം കഴിയുമ്പോഴേക്കും അമ്മ അങ്ങോട്ട് ചെന്ന് വാരി പണത്തിനടുത്ത് ചുംബിക്കും. നന്ദിയോടെ സ്തോത്രം. ആ ചുംബനം പ്രാപിച്ചുകൊണ്ട് വേണം നിങ്ങളിന്ന് പോകാനായിട്ട്. ആ ചുംബനം കിട്ടിക്കൊണ്ട് വേണം നിങ്ങളിന്ന് പോകാനായിട്ട്. എന്നിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ എടുത്ത് കളയരുത്. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന് സ്തോത്രം. അടുത്ത വാക്യം വായിച്ചേ. നിന്റെ രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ. അതുകൊണ്ട് ഇന്ന് ഇവിടുന്ന് എഴുന്നേക്കാവുള്ളൂ. രക്ഷയുടെ മകൾ സന്തോഷം എനിക്ക് തരണം. ഒന്ന് ചിരിക്കണ്ടേ? ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. അരുമനാഥനെ നിങ്ങളൊന്ന് കെട്ടിപ്പിടിച്ച് നമ്മുടെ കണ്ണുകളെ നമുക്ക് അടയ്ക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. രക്ഷ ഒഴിവ് വരുന്ന സമയമാണ്. വീണ്ടുജന്മം ഒഴിവ് വരുന്ന സമയമാണ്. പാപമോൻ ഒഴിവ് വരുന്ന സമയമാണ്. ഹല്ലേലൂയ. പുതിയ ആത്മാവിനെ പകർന്നു തരുന്ന സമയമാണ്. ഹല്ലേലൂയ. എല്ലാറ്റിലും ഉപരിയായി
ഞാൻ ഏറ്റവും ഉള്ളം തൊട്ട് കൊതിയോടെ പ്രാർത്ഥിക്കുന്നു, എനിക്കൊരു നല്ല ഹൃദയം തരണം കർത്താവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ കാപട്യവും ഈ വ്യാജവും ഈ അഹങ്കാരവും ഈ വളവും പുളവും ഈ അശുദ്ധിയും ദുർവികാരങ്ങളും ഒക്കെ ഉള്ള ഈ ചങ്കൊന്ന് മാറ്റിക്കാരണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഓടിച്ചു വിട്ടതായ കൊച്ചിൻ്റെ കണ്ണുനീര് കണ്ടുകൊണ്ട് അമ്മ അടുത്തത് വരുന്ന പോലെ ഉള്ളം തുടങ്ങി കരയുന്നവരുടെ അടുക്കിലേക്കാണ് ഇപ്പോഴത്തെ കാലുകൾ മന്ദം എടുത്തു വെച്ച് എൻ്റെ കർത്താവ് അടുത്ത് വരുന്നുണ്ട്. നന്ദിയോടെ സ്തോത്രം. ഇനി പഴയതിലേക്ക് ഇല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് നിന്നെ തേടി വന്ന കാൽക്കളന്ന് വീഴാമോ? കർത്താവേ, എന്നെ തള്ളിക്കളയരുതേ, എൻ്റെ പേര് വെട്ടിക്കളയരുതേ, എൻ്റെ പാപക്കറകൾ മായ്ച്ചു തരണമേ, എൻ്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമക്കളെ, തീ ഇറങ്ങുകയാണ്. ഹല്ലേലൂയ, കാൽവരി ആവർത്തിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കലായി എന്നേക്കുമായി നടന്ന ആ യാഗത്തിന്റെ ശക്തി വ്യാപരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, പരിപൂർണമായി ശുശ്രൂഷ ഏറ്റെടുക്കണമേ. പരിശുദ്ധാത്മാവേ, ശുശ്രൂഷ ഏറ്റെടുക്കണമേ. ഇന്ന് അത്ഭുതം നടക്കണമേ. ഹല്ലേലൂയ. പാപിയുടെ മാനസാന്തരം നടക്കണമേ. കൊടും പാപിയുടെ രക്ഷയുടെ സന്തോഷം ഇന്ന് മടക്കി കൊടുക്കണമേ. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതണമേ. ഹല്ലേലൂയ. ആനന്ദവും സന്തോഷവും ഹല്ലേലൂയ എല്ലാവർക്കും മടക്കി തരണമേ. അതോടുകൂടി രോഗശാന്തി നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരെല്ലാം ക്രൂശിനെ കെട്ടിപ്പിടിച്ചു, ആരെല്ലാം കർത്താവിന് ഹൃദയം പകർന്നു, ആരെല്ലാം തീരുമാനമെടുത്തു, ഒറ്റ കാര്യം മാത്രം, ഹല്ലേലൂയ, ഫ്രം ടുഡേ ഓൺവേഴ്സ് ഐ ആം എ ബ്രാൻഡ് ന്യൂ പേഴ്സൺ. ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ കർത്താവിനെ കഴുകി തന്നല്ലോ, ഞാൻ ഒരു പുതിയ വിശുദ്ധ ജീവിതം നയിക്കും. ഹല്ലേലൂയ. ഐ വിൽ നെവർ ബി ദി സെയിം. ഇനി ഞാൻ പഴയ വ്യക്തി ആയിരിക്കയില്ല. ഉറപ്പുണ്ടോ നിങ്ങൾക്ക്? നല്ല ഉറപ്പുണ്ടോ? എങ്കിൽ മാത്രം ഒന്ന് കരം ഉയർത്താമോ? ഹല്ലേലൂയ പറയാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം.